ഹായ്, ഇന്ന് ഓ മൈ ഗോഡ് വാട്ട് വുഡ് ഐ സേയിൽ ഞാനാണ് പൂജ. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്, അപ്പം നമുക്ക് കുറച്ചൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. വാട്ട് വുഡ് യു ലവ് ടു ഡു ഇൻ യുവർ മീ ടൈം? വെറുതെ കിടക്കുക, പിന്നെന്താ പറയുക, എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, പുതിയ എന്തെങ്കിലും സീരീസ് കണ്ടുകൊണ്ടിരിക്കുക, അതൊക്കെ തന്നെയാണ് ചെയ്യുക. അല്ലാണ്ട് പിന്നെ വെറുതെ വണ്ടി എടുത്ത് ഒരു ഡ്രൈവിനൊക്കെ പോവുക, അതൊക്കെ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ തിങ് ഐ റിയലി ലൈക്ഡ് ബട്ട് ഇറ്റ്സ് റിയലി വിയേർഡ്. പഴംപൊരിയും ബീഫ് ആദ്യം ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര വിയേർഡ് ഫുഡ് കോമ്പിനേഷൻ ആണല്ലോ, പക്ഷെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതാണ്, നാട്ടുകാർക്ക് വിയേർഡായിരിക്കില്ല, പക്ഷെ എനിക്കത് ആദ്യം കേട്ടപ്പോൾ ഒരു എങ്ങനെയാണ് ഇത് ചേരുക എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ചിലപ്പോൾ അതായിരിക്കും. One thing that makes you anxious. When I am in a room where people know me and I don't know them. അതെനിക്ക് ഭയങ്കര ആക്സസ് ആണ്. ആൾക്കാർക്ക് എന്നെ അറിയാം, പക്ഷെ എനിക്ക് അവരെ അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനത്തെ ഒരു മുറിയിലിരിക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. മീൻസ് ചെറുപ്പം തൊട്ടേ എന്താ പറയുക, ഒരു അൺനോൺ ക്രൗഡിൽ പോകാനൊക്കെ ഭയങ്കര ഫിയറൊക്കെ ഉണ്ടായിരുന്നു. അത് ഗ്രാജുവലി മാറ്റി എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷെ ഈ അടുത്തത് മുഴുവനായിട്ട് മാറിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ആങ്ഷ്യസ്. വൺ തിങ് യു ഫീൽ ആസ് യുവർ ഹിഡൻ ടാലൻറ്റ്. ഒരു ഡീസൻറ്റ് റൈറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇച്ചിരി ഞാനങ്ങനെ ഈ പുറത്ത് അങ്ങനെ ഇടാറൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് എഴുതാൻ. അപ്പം എനിക്ക് വളരെ അടുത്ത ഉള്ള സുഹൃത്തുക്കളും അവർ മാത്രമേ വായിച്ചിട്ടൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ അത് ഇച്ചിരി കൂടെ എഴുതണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അതാണ് ഹിഡൻ ടാലൻറ്റ്. Any favorite quotes that you always say or believe? There is one of Beckett, fail and fail again. അത് ഞാൻ പാരഫ്രീസ് ചെയ്യാണ്. അത് എന്തായിരുന്നു, ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് ലൈക്ക് യു എന്താ പറയുക, നമ്മൾ ഫെയിലിയേഴ്സ് എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുക, അത് നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം അത് എനിക്കിപ്പോൾ കൃത്യമായിട്ട് കോട്ട് ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പോൾ അത് ഇസ് വൺ കോട്ട് ദാറ്റ് സാമുവൽ ബെക്കറ്റിൻ്റെ ആ കോട്ടാണ് ഞാൻ ഐ കീപ് ഗോയിങ് ബാക്ക് ടു. പിന്നെ എനിക്കൊരു വെൻ ഐ എം ഇൻ എ ബാഡ് സ്പേസ് അല്ലെങ്കിൽ ഇച്ചിരി കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ടിരിക്കുമ്പം ഞാൻ എന്തെങ്കിലും ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ എന്തെങ്കിലും ഓൺലൈനിൽ ചുമ്മാ റാൻഡംലി എടുത്തു നോക്കാറുണ്ട്. ആൻഡ് എപ്പോഴും എനിക്കത് പല രീതിയിലും റെസിനേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് ജിദ്ദു കൃഷ്ണമൂർത്തി ഇസ് മൈ ഗോ ടു ഫിലോസഫർ, സ്കോളർ, whatever. Yeah. One useless item you bought for yourself and I regretted later. ചിലപ്പോൾ ചില തുണികൾ മേടിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പം സെയിലിനൊക്കെ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുമ്പം അപ്പം അങ്ങനെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും റിട്ടേൺ പോളിസിയൊക്കെ വായിച്ചിട്ട് മേടിക്കുക. എന്താ വെച്ചാൽ ചിലപ്പോൾ സൈസ് പാകാവില്ല, ചിലപ്പോൾ നമുക്ക് ഇട്ടിട്ട് ഭംഗി ഉണ്ടാവില്ല. അപ്പം ചിലപ്പോൾ ഈ റിട്ടേൺ പറ്റാതെ ഇങ്ങനെ സ്റ്റക്കായിട്ടുണ്ട്. വാട്ട് ഈസ് വൺ തിങ് യു വുഡ് ചേഞ്ച് അബൌട്ട് മൈ സെൽഫ്? അത് ചില സമയത്ത് നേരത്തെ ഇറങ്ങാൻ പറ്റും എന്നറിഞ്ഞിട്ടും ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഫോൺ നോക്കിയിരുന്ന് വൈകി പോകുന്ന അവസ്ഥ. അത് നമുക്കറിയാം, നമ്മൾ ഒരു 5 മിനിറ്റ് ഫോൺ നോക്കിയിരുന്നാൽ വൈകും, പക്ഷെ എന്നാലും അത് ഇൻഡൾജ് ചെയ്യുന്നൊരവസ്ഥ, അതൊന്ന് മാറ്റാൻ ആഗ്രഹമുണ്ട്. വൺ സ്കിൻ കെയർ ഹാക്ക് ദാറ്റ് യു ഫോളോ എവറി ഡേ? മുഖം കഴുകുക, ഒരു മോയ്സ്ചറൈസർ ഇടുക, പിന്നെ രാത്രിയാണെങ്കിലും ക്ലെൻസ് ചെയ്തിട്ട് ജസ്റ്റ് അഗൈൻ മോയ്സ്ചറൈസ്. എന്നുവെച്ചാൽ നല്ല ഡ്രൈ സ്കിന്നാണ്, അപ്പം അത് ചെയ്യാറുണ്ട്. പിന്നെ മേക്കപ്പ് ഇട്ട ദിവസമാണെങ്കിൽ മേക്കപ്പ് ഊരി വയ്ക്കുക, അല്ലെങ്കിൽ അമ്മ തെറി വിളിക്കാറുണ്ട്. അങ്ങനെ. യുവർ ഫ്രണ്ട്സ് ഡിസ്ക്രൈബ് യു ആസ്?
എന്തായിരിക്കും, ഭയങ്കര ലോയലാണെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് തള്ളാന്ന് കളിയാക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ തന്നെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ മോസ്റ്റ്ലി ഈ 2 കാര്യങ്ങളാണ് പറയാറുള്ളത്. ഡ്രീം വെക്കേഷൻ ബി ലൈക്ക്. ഡ്രീം വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വളരെ റീസെൻ്റ്ലി ആണ് ട്രാവൽ ചെയ്ത് തുടങ്ങിയത്. അപ്പം എനിക്ക് തോന്നിയിട്ട് ഈ അൺഈവൻ സർഫസിലൂടെ നടക്കാൻ ഇച്ചിരി ഒരു പേടിയുള്ള പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ ഈ കല്ലും മണ്ണും ഒക്കെ. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഉത്തരാഖണ്ഡിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ആ ഒരു നല്ലൊരു ട്രെക്കിന് പോയി ആ ഒരു ഫിയർ ഒന്ന് ഓവർകം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു വലിയ ആഗ്രഹം. അപ്പോൾ അത് ഈ വർഷം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡ്രീം വെക്കേഷൻ. A moment that made you feel proud of yourself. എനിക്ക് എപ്പോഴും പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പറ്റുന്ന എല്ലാ സാഹചര്യത്തിലും ഞാൻ പ്രൗഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈവൻ ഒരു ചോയ്സ് ഓഫ് കരിയർ ചിലപ്പോൾ കുറേ പേര് അപ്രൂവ് ചെയ്ത്, ഇപ്പം നമ്മുടെ ഫാമിലിയിലൊക്കെ കുറേ മീഡിയ ഫ്രണ്ട്സ് ഉണ്ടാവും, മീഡിയക്കാരായിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഞാൻ ഈ നാടകം പഠിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഈ മേഖലയായിട്ട് ഏറ്റവും അടുത്ത് നിന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഡിസ്കറേജ് ചെയ്തതും അത് മൈൻഡ് ചെയ്യാണ്ടിരുന്നതും. അപ്പോൾ എനിക്ക് മറ്റേ റിവേഴ്സ് നെപ്പോട്ടിസം പോലത്തെ വൈബായിരുന്നു. എല്ലാവരും ഡിസ്കറേജ് ചെയ്യുക, ആരും സഹായിക്കാതിരിക്കുക, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഇപ്പം ഒരു സിനിമകൾ ചെയ്യുന്നു, ഇങ്ങനെ ഓരോരോ ആൾക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഒരു ബന്ധം. അപ്പോൾ ഇപ്പം അത് ഉപയോഗിക്കാൻ വേണ്ടി ഇവരെന്നെ വിളിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും എങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഹിഡൻ ജോയ് ഒക്കെ കിട്ടാറുണ്ട്, ഒരു സൈഡിസ്റ്റിക് പ്ലേജർ കിട്ടാറുണ്ട്. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. Did you have heartbreaks? What all things you do to move from it? Heartbreaks of course ഉണ്ടായിട്ടുണ്ട്. അതായത് ഹാർട്ട് ബ്രേക്സ് വരുമ്പം അത് ഞാൻ പറഞ്ഞൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്സ് ആവാം, വളരെ ക്ലോസ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ആവാം, അങ്ങനെ പല രീതിയിലുള്ള ഹാർട്ട് ബ്രേക്സും ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ വിഷമം തോന്നിക്കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് വിഷമിക്കും. ആ വിഷമിച്ച് പിന്നെ ഈ വിഷമിച്ച് നമുക്ക് തന്നെ ബോറടിക്കൂലേ, ആ ഒരു അവസ്ഥയിൽ അപ്പം അതിപ്പോൾ ഒരു ടെക്നിക്ക് പോലെ ആയിട്ടുണ്ട്. അപ്പം ഒരിക്കലും ഇങ്ങനെ റിപ്രസ് ചെയ്യാൻ നോക്കൂല ഞാൻ ചിലപ്പം വീട്ടിലിരുന്ന് കരയാൻ പറ്റില്ലെങ്കിൽ ഞാൻ കാർ ഓടിച്ചുകൊണ്ട് കുറേ പൊട്ടി കരയും. എന്നിട്ട് ആ ഒരു ഗ്രീഫ് ഞാനിങ്ങനെ എത്രയും മാക്സിമം എത്ര പെട്ടെന്ന് തീർക്കാം അത് ഫീൽ ചെയ്യും. ഐ ഫീൽ ദ പെയിൻ ആസ് മച്ച് ആസ് ഐ ക്യാൻ ടിൽ ദ ബോഡി ക്യാൻ ടേക്ക് ദ പെയിൻ ഇറ്റ്സെൽഫ്. അങ്ങനത്തെ ഇത് ഇച്ചിരി സൈക്കോട്ടിക് ആണോ ഇങ്ങനെ, പക്ഷെ അങ്ങനെയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു എക്സ്റ്റെൻഡ് കഴിയുമ്പോഴത്തേക്ക് ഏത് ഫീലിങ്ങും സാച്ചുറേറ്റഡ് ആവും തോന്നും. പക്ഷെ എന്നാലും നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സ്ഥലങ്ങളോ ചില ഇൻസ്റ്റൻസോ ചില പാട്ട് കേൾക്കുമ്പോഴോ ചില ഭക്ഷണത്തിൻ്റെ മണോ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഗ്രീഫിലോട്ട് നമ്മുടെ മനസ്സ് കൊണ്ടുപോയിരിക്കാം. പക്ഷെ അത് എന്നാലും അതൊരു ഭയങ്കര ഒരു നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലോട്ട് എത്തിയിട്ടുണ്ടാവും. ഈ ഒരു ആദ്യത്തെ ഒരു ഫേസിൽ നമ്മൾ നന്നായിട്ടൊന്ന് അത് ഫീൽ ചെയ്യാം. പലപ്പോഴും എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഈ ഫീൽ ചെയ്യാനാണ് ഇപ്പോൾ ഭയങ്കര പേടിയെന്ന്. പക്ഷെ ഞാൻ ഭയങ്കര 3 songs when you listen to when you are at the gym. വളരെ മെലോഡിക് ആയിട്ടുള്ള പല പാട്ടുകളൊക്കെ ആയിരിക്കും. എനിക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഇറ്റ് മേക്സ് മീ ഫീൽ വെരി ഗുഡ്. അപ്പം അങ്ങനത്തെയൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ പഴയ AR റഹ്മാൻ റൊമാൻറ്റിക് സോങ്സ്, ഇതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. If you pursue only one thing for the rest of your life, which one would you choose? Theatre or cinema? എനിക്ക് അതിനോട് ഇത് രണ്ടും തന്നെയാണോ ചൂസ് ചെയ്യാൻ പോണേ, ഇനി വേറെ എന്തെങ്കിലും ആണോ? അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഐ ആം ഓൾവേസ് കോൺസ്റ്റൻ്റ്ലി ഇൻ എ ഫ്ലോ.
അപ്പം ഇത് കഴിഞ്ഞാലും വേറെ എന്തിലോട്ടോ നയിക്കാൻ വേണ്ടിയുള്ള ഒരു ഫേസാണ് ഇപ്പോൾ സിനിമയാണെങ്കിലും നാടകങ്ങളാണെങ്കിലും. ഒരു കാലത്ത് എനിക്ക് നാടകങ്ങളില്ലാതെ ചെയ്യാതെ എനിക്ക് പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു അവസ്ഥയില്ല. പിന്നെ വാട്ട് മേക്സ് യു ആംഗ്രി, ഹൗ യു ഹാൻഡിൽ ഇറ്റ്. അപ്പം വാട്ട് മേക്സ് മീ ആംഗ്രി, പണ്ട് എല്ലാത്തിനും പെട്ടെന്ന് ദേഷ്യം ഭയങ്കര ഇതായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ ഞാൻ ഡിയിലാണ് പഠിച്ചത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പം ഇക്കണോമിക്സ് ആയിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ പോലെ അല്ല യൂണിവേഴ്സിറ്റിയിലോട്ട് എത്തുമ്പോൾ പെട്ടെന്ന് വലിയ കുട്ടികളായ പോലെ. അപ്പം നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ടീച്ചർമാരെ ചോദ്യം ചെയ്യാനോ അങ്ങനെയൊക്കെ ഇച്ചിരി അഹങ്കാരി എന്നൊക്കെ വിളിക്കുന്നു. അവിടെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ വരെ നമ്മൾ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അങ്ങനെയാണ് പഠിപ്പിക്കലുടെ രീതിയും അതേ ആയിരുന്നു. ഇപ്പം അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 10-12 വർഷം മുന്നേ വരെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം there was lot of things in the head, like അപ്പം നമുക്ക് ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവുകയും അതിനോട് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. പിന്നെ വളർന്ന് വരുമ്പം അത് കൂടുതൽ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് പോയി. അപ്പം നമ്മളെന്താ ഇങ്ങനെ, നമുക്കെന്താണ് നമ്മൾ മാറ്റാനുള്ളൊരു സ്പേസിലോട്ട് പോവുകയും അങ്ങനെയൊക്കെ ഉള്ള ഭാഗത്തോട്ട് റേജ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇപ്പം അത് കുറേയും കൂടെ കൺട്രോളിലാണ്. ഇപ്പം എനിക്കത് ആ ഒരു ആങ്കർ ഫീലിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഫീലിംഗ് ആണ്. പക്ഷെ എന്നാലും വീട്ടിൽ അമ്മയായിട്ട് തല്ലുണ്ടാക്കും. അമ്മയായിട്ട് എന്തെങ്കിലും അവിടെ മാത്രമാണ് ഇപ്പോൾ റേജ് ഭയങ്കര ആങ്കർ എന്നുള്ളതൊക്കെ ഇടക്ക് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ അത് ഞാൻ ഒത്തിരി വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണത്. എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ ഈ മറ്റേ ഇഷ്യൂസും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലൈക്ക് it need not be very personal, it's very societal. അങ്ങനെ പ്രോഡക്റ്റ് യു കാൻ സ്കിപ്പ് ഫ്രം യുവർ സ്കിൻ കെയർ. ഞാൻ സ്കിൻ കെയർ വലിയ ആളല്ല. അപ്പോൾ പിന്നെ മുഖം നന്നായിട്ട് കഴുകുക എന്നുള്ള, പിന്നെ ഒരു മോയ്സ്ചറൈസ് ചെയ്യാന്നുള്ള മാത്രമാണ് ഇത്. വാട്ട് ഗിവ്സ് യു കോൺഫിഡൻസ്. ഇപ്പം നമുക്ക് ഏത് ഏരിയയിലാണോ കോൺഫിഡൻസ് അല്ല എന്ന് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കോൺഫിഡൻസ് ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഫിഡൻ്റ് ആവും. അല്ലാണ്ട് കോൺഫിഡൻ്റ് ആവാൻ വേണ്ടി എനിക്ക് ഭയങ്കര എതിർപ്പുണ്ട് കേട്ടോ. ഈ മറ്റേ പേഴ്സണാലിറ്റി കോച്ചസ് ഒക്കെ വന്നിട്ട് നിങ്ങളിപ്പോൾ കോൺഫിഡൻ്റ് ആവൂ, അങ്ങനെയൊന്നും ആരും ആവില്ല. ഇറ്റ്സ് ഓൾവേസ് വർക്കിംഗ് ഓൺ ദ റൂട്ട് കോസ്. അവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഇപ്പം കുറച്ചും കൂടെ പ്രായം കൂടുന്തോറും നമ്മളെ കൊണ്ട് എന്ത് പറ്റും എന്ത് പറ്റൂല എന്നുള്ളതിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. അപ്പം അങ്ങനെ കോൺഫിഡൻസ്. വാട്ട് മേക്സ് യു റിയലി ഹാപ്പി ആൻഡ് വൈ. എനിക്ക് ഏറ്റവും സന്തോഷം എപ്പോഴും എൻ്റെ ചേച്ചിയുടെ പിള്ളേരുണ്ട് 2 പേര്, ഗോവിന്ദ് ആൻഡ് രാജു. അപ്പോൾ ഗോവിനും രാജുവിനുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയാണ് എനിക്ക് ഏറ്റവും അതിൽ കൂടുതൽ സന്തോഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. അത് ദേ ആർ വെരി ഫാർ, ലൈക്ക് ദേ ലിവ് ഇൻ ലണ്ടൻ. പക്ഷേ എപ്പോഴും വീഡിയോ കോൾ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞാനും എൻ്റെ പിള്ളേരായിട്ടും അവരുടെ അടുത്ത് നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കോൺവെർസേഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, എന്നെ ഏറ്റവും ഹാപ്പി ആക്കുന്നതുമായിട്ടുള്ള കാര്യം. വാട്ട് ഈസ് യുവർ യൂഷ്വൽ മോർണിംഗ് ബി ലൈക്ക്. എവറി മോർണിംഗ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഞാനിപ്പം ഒരു റൊട്ടീൻ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴും ഇപ്പം നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെയും മാറും. എന്തായാലും രാവിലെ ഒരു കാപ്പി കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നമ്മൾ കാപ്പി കുടിക്കുന്ന അത് മൈൻഡ്ഫുള്ളി കാപ്പി കുടിക്കുക. അത് കാപ്പി ഓട്ടത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാണ്. അപ്പോൾ കാപ്പി കുടിക്കുക, അങ്ങനെ ഞാനൊരു കാപ്പി അഡിക്റ്റാണ്. അതാണ് എൻ്റെ ഏറ്റവും
മോർണിംഗ് റൊട്ടീനിൽ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു സാധനം എണീറ്റ ചെയ്യാറ്. അപ്പം ഞാൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. അപ്പം ഐ റിയലി എൻജോയ്ഡ് ആൻസറിങ് ഓൾ ക്വസ്റ്റ്യൻസ്. താങ്ക് യു വെരി മച്ച്.